ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓൾറെഡി തമിഴിലും കാരണം കണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം ഞാൻ നമ്മുടെ ഏഷ്യനെറ്റ് ഫൈബറും അതുപോലെ തന്നെ BSNL ഫൈബറും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ BSNL കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലത്തിൻ്റെ 2 ഇയർ പ്ലസ് ആയിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ ഏഷ്യനെറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഏഷ്യനെറ്റ് ഫൈബർ ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുത്തു വിട്ടു. അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് ഏഷ്യനെറ്റ് ഫൈബർ എങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുക, അതിൽ എങ്ങനെയാണ് ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിന് വഴിയെ പറയാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് കേൾക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ റീസൺ ഫോർ ദ ഡിസ്കണക്ഷൻ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഏഷ്യനെറ്റ് ഫൈബർ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി നമ്മളിതിന് കുറച്ച് കാലം മുമ്പ് ഏഷ്യനെറ്റ് ഫൈബറിന്റെ കസ്റ്റമർ കെയറിന്റെ പെത്തറ്റിക് ആയിട്ടുള്ള കസ്റ്റമർ കെയറിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ കംപ്ലൈന്റിന് ശേഷം നമുക്ക് ആക്ച്വലി ഇവിടുത്തെ സോണൽ മാനേജർ സംഭവമൊക്കെ എനിക്ക് തോന്നുന്ന ഒരു വീഡിയോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നല്ല സർവീസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇത് ക്ലോസ് ചെയ്യാൻ കാരണം സർവീസോ ഇഷ്യൂസോ സംഭവമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 2 ഫൈബർ ഉണ്ട്. അപ്പൊ നമുക്ക് യൂസേജ് അങ്ങനെ തീരെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂസേജ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഏഷ്യനെറ്റ് ഫൈബർ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യാൻ മെയിൻ കാരണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ BSNL ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ TV-ലേക്കൊക്കെ എൻ്റെ റൂമിലാണ് ശരിക്കും മുകളിലത്തെ റൂമിലാണ് നമുക്ക് 2 മോഡൽ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ TV-ലേക്കൊക്കെ നമുക്ക് താഴത്തേക്ക് റേഞ്ച് അങ്ങനെ ഫുള്ള് കിട്ടില്ല. അപ്പോൾ നമുക്ക് TV-യിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി BSNL എന്നാണ് എക്സ്റ്റൻഷൻ എടുത്തേക്കുന്നത് താഴത്തേക്ക്. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഏഷ്യനെറ്റ് തീരെ യൂസേജ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇഷ്യൂസോ കംപ്ലൈൻറ്റോ വന്നിട്ടൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ കിട്ടും. ആ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഏഷ്യനെറ്റ് ഫൈബറിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ പ്രൊസീജിയർ പറഞ്ഞുതരാം. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, അതിൽ നമ്മുടെ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് അടിക്കുക. അപ്പോൾ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് അടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇത് കണ്ടുണ്ടോ? അപ്പോൾ ആ വെബ്സൈറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കൊരു മെനു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ നമുക്കൊരു മെനു ഓപ്ഷൻ കാണുന്നുണ്ടോ? ആ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സോറി, മാറിപ്പോയി. ആ കോണ്ടാക്ട് ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ നമ്മൾ കുറെ ഒരു ടോൾ ഫ്രീ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ID-യിലേക്ക് helpdesk@asianetbroadband.in എന്ന ഇമെയിൽ ID-യിലേക്ക് അയക്കാം. അല്ലെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8086011333 അയക്കാം. അല്ലെങ്കിൽ രജിസ്റ്റർ യുവർ കംപ്ലൈന്റ് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കോഡും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ഓപ്ഷൻ വരും. അതിൽ ജസ്റ്റ് നിങ്ങളുടെ കംപ്ലൈന്റ് അല്ല, നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ദിവസം മുമ്പാണ് ചെയ്തത്. പക്ഷെ നമുക്ക് അടുത്ത ദിവസം 24 മണിക്കൂർ ആയപ്പോൾ നമുക്ക് ആക്ച്വലി കോൾ വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്, ഡിസ്കണക്ട് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അതിന് ശേഷം നമുക്കിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെയും ഞാൻ വാട്സാപ്പിലും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ എന്നാ കോൾ എന്നാ സംഭവം ഡിസ്കണക്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ എല്ലാ ബില്ലും ജനറേറ്റ് ആവുന്നത് 5-ാം തീയതി 6-ാം തീയതി റേഞ്ചിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഈ മാസത്തെ ബില്ല് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. പക്ഷേ അതിന് ശേഷം നമുക്ക് ഒരു ക്ലാരിഫൈ എപ്പോഴാണ് ഇത് ഡിസ്കണക്ട് ആവാ സംഭവമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെയായിട്ടും ഡിസ്കണക്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മാസത്തെ കൂടി ചാർജ് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ബില്ലിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 10 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലൈന്റ് പറയാനും പറ്റില്ല, അവരെ കംപ്ലൈന്റ് പറയാൻ പറ്റില്ല, നമ്മൾ ഈ 10 ദിവസം ഉപയോഗിച്ചല്ലോ. അപ്പോൾ കുറച്ച് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്, നമുക്ക് യൂസേജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ ഇതുവരെയായിട്ടും എന്നാ കറക്റ്റ് ഒരു ഡേറ്റോ അങ്ങനെ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വാട്സാപ്പിൽ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും പറഞ്ഞ വേണമെങ്കിൽ നിങ്ങൾ ഈ മാസം ഉപയോഗിച്ചിട്ട് പിന്നെ കട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്ക് ഒന്നെങ്കിൽ യൂസേജ് ഇല്ല, അപ്പോൾ എത്രയും പെട്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യാന്നാ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഒരു സംഭവമൊന്നും ഇല്ല, എന്നാ ഡേറ്റ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇത് സമയം എടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒന്നും എന്തായാലും അപ്പം തന്നെ ഒന്നും ആവില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അടുത്ത മാസം എന്തെങ്കിലും ടൂറോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ സ്ഥലം മാറി പോകുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ്ലി ഡിസ്കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്കിന് മുമ്പ് കൊടുക്കായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ ലാഗ് ഉണ്ട്.
അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ്റെ മെയിൻ റീസൺ പറയുന്നത്. ഇപ്പോൾ ഞാൻ എയർടെലിൻ്റെ ബ്രോഡ്ബാൻഡ് ജസ്റ്റ് എടുത്താലോ എന്നൊരു ആലോചന ഉണ്ട്, ജസ്റ്റ് നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഞാൻ അപ്പോൾ ആക്ച്വലി നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ എയർടെലിൻ്റെ ബ്രോഡ്ബാൻഡ് സർവീസ് ഉണ്ട്, എയർടെൽ എക്സ് ഫൈബർ. അവർ ചാർജ് ഞാൻ പ്ലാനിങ് സംഭവങ്ങളൊക്കെ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ 499 രൂപ പ്ലസ് GST ആണ് വരിക. ബേസിക് പ്ലാനാണ്, 40 MB/s പ്ലാനാണ്. 6 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചാർജ് ഒന്നും ഇല്ല. അപ്പോൾ ടോട്ടൽ 3500 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തേക്ക് ഫ്രീ കിട്ടും. അല്ലെങ്കിൽ 1 മാസത്തേക്ക് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 2000 രൂപയുടെ ചിലവ് വരും, വിത്ത് 1500 രൂപയുടെ ഇൻസ്റ്റാളേഷൻ ചാർജ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത് നഷ്ടമാണ്. 1500 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ആയിട്ടുള്ള സംഭവം കിട്ടും. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തോ, പക്ഷെ നമുക്ക് യൂസേജ് അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നഷ്ടമാണ്. ആക്ച്വലി ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 500 രൂപ അടയ്ക്കുന്നുണ്ട്. ഏഷ്യനെറ്റ് 500 രൂപയും നമ്മുടെ BSNL 570 രൂപ വരുന്നത്. അപ്പോൾ 500 രൂപ എടുത്ത് ക്രിപ്റ്റോയിലേക്ക് ഇട്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ തന്നെ മെയിൻ കാരണം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സൈഡ് ജസ്റ്റ് ചുമ്മാ വെറുതെ 500 രൂപ വേസ്റ്റ് ചെയ്ത് കളഞ്ഞല്ലോ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഷ്യനെറ്റ് ഫൈബറിന്റെ ഞാൻ ക്ലോസ് ചെയ്യാനുള്ള കാരണവും അതുപോലെ തന്നെ എങ്ങനെയാണ് ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കേണ്ട ഒരു സ്റ്റെപ്സ് കിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ചാനലും കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അടുത്ത കാണാം.